Welcome back to Bosco Campus Vision. Today we are discussing the subject Labor Law and Industry Relation of S5 BBA under Kerala University, and myself Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are going to discuss the approaches of labor welfare. Last class we already discussed the first four approaches to labor welfare, that is policing theory, religion theory, philanthropic theory and the paternalistic theory. So the balance four, that is placating theory, public relation theory, functional theory and social theory. So today we can discuss the balance four theories. So before going for the topic, we can discuss the definition of labor welfare again. So here the definition of labor welfare, that is, according to the Committee on Labor welfare includes such services, facilities and amenities as adequate canteen, rest and recreation facilities, sanitary and medical facilities, arrangement for travel to and from workplace and for the accommodation of workers employed at a distance from their homes, and such other services, amenities and facilities including social security measures as they contribute to improve the conditions under which workers are employed. ഇപ്പോൾ ലേബർ വെൽഫെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് സർവീസസ്, ഫെസിലിറ്റീസ്, അമ്യൂണിറ്റീസ് ആസ് അഡിക്വേറ്റ് ക്യാൻറ്റീൻ ഫെസിലിറ്റി, റെസ്റ്റ് ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റി, sanitary and medical facility, and the arrangements for travel to and from the workplace, and the accommodation of workers employing at a distance from their home or including social security etc. അപ്പം ഈ വക കാര്യങ്ങളെല്ലാം ഒരു ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വെൽഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ലേബർ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന സർവീസസ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ആണ്. ഈ പറഞ്ഞ ഫെസിലിറ്റീസിനെയാണ് നമ്മൾ വെൽഫെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. സോ ക്ലിയർ വിത്ത് ദി പോയിന്റ്. So these are the balance theory. So first discuss the placating theory. That is the word when workers are organized and unions are strong, management has to appease them. So as crying children are pacified by sweets, workers are pleased by welfare works. So this theory is based on the assumption that management can bring peace in the organization by welfare measures. സോ ദ പ്ലക്കേറ്റിംഗ് തിയറി, പ്ലക്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമാധാനിപ്പിക്കുന്ന എന്ന് പറയുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഇവിടെ ഒരു പറയുന്നത് എന്താണ്, വെൻ വർക്കേഴ്സ് ആർ ഓർഗനൈസ്ഡ് ആൻഡ് യൂണിയൻസ് ആർ സ്ട്രോങ്, മാനേജ്മെൻറ്റ് ഹാസ് ടു അപ്പീസ് ദം ഇല്ലേ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വർക്കേഴ്സിന് തന്നെ വെൽഫെയർ ഫെസിലിറ്റീസ് കിട്ടുന്നില്ല എങ്കിൽ അവിടെ ആര് സ്ട്രോങ് ആയിരിക്കണം, വർക്കേഴ്സ് ഓർഗനൈസ് ചെയ്ത് യൂണിയൻ ഫോം ചെയ്യുകയാണെങ്കിൽ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് എംപ്ലോയീസിന് എന്ത് വാങ്ങിയെടുക്കാം, തൻ്റെ വെൽഫെയർ ഫെസിലിറ്റീസ് വാങ്ങിയെടുക്കാം. ആൻഡ് സോ അവർ ലിങ്ക് ചെയ്തേക്കുന്നൊരു വാക്ക് എന്താണ്, ആസ് crying children are pacified by sweets, അതായത് കരയുന്ന കുട്ടിക്ക് പാലുള്ള എന്ന് പറയുന്ന ഒരു വേർഡാണ് അല്ലേ. അതായത് അതുപോലെ വർക്കേഴ്സ് ആർ പ്ലീസ് വിത്ത് വെൽഫെയർ അല്ലേ. അപ്പം താൻ ചോദിച്ചാൽ മാത്രമേ വെൽഫെയർസ് കിട്ടൂ അല്ലേ. പല എംപ്ലോയേഴ്സും വെൽഫെയർ ഫെസിലിറ്റീസ് ചിലത് കൊടുക്കാറില്ല, അല്ലെങ്കിൽ ചിലർ അറിഞ്ഞു കൊടുക്കാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ചിലരെന്ത് ചെയ്യും, എംപ്ലോയേഴ്സ് ആർഗ്യൂ ചെയ്താൽ അല്ലെങ്കിൽ അവർ കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ മാത്രമേ തൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കൂ. അപ്പം the theory is based on the assumption that management can bring peace in the organization by welfare measures. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ സമാധാനത്തോടു കൂടി ഒരു എംപ്ലോയ് അല്ലെങ്കിൽ ഗുഡ് ഇൻഡസ്ട്രി റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തുണ്ടാവണമെന്ന് പറയുന്നത്, ഒരു വെൽഫെയർ ഫെസിലിറ്റി, എംപ്ലോയർ നല്ല വെൽഫെയർ മെഷേഴ്സ് എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ നല്ലൊരു പീസ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ദ പ്ലക്കേറ്റിംഗ് തിയറി സേസ് ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംപ്ഷൻ ദാറ്റ് മാനേജ്മെൻറ്റ് ക്യാൻ ബ്രിങ് പീസ് ഇൻ ദ ഓർഗനൈസേഷൻ by welfare measures. Then next we can go for the public relation theory. So according to this theory, welfare facilities provided by the employers to the employees create a good image of the employer in the mind of general public. So some employers proudly take their visitors around the plant to show how well they have organized their welfare facilities. So here we can say the public relation theory, that is the welfare facilities provided by the employer
to employees create a good image in the mind of general public or other employers. ഒരു പബ്ലിക് റിലേഷൻ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പറയുന്നത് ഒരു വർക്കേഴ്സ് അല്ലേ, ഒരു വെൽഫെയർ ഫെസിലിറ്റീസ് എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല ഇമേജ് ക്രിയേറ്റ് അല്ലേ. ഒരു എംപ്ലോയി ചോദിക്കാതെ തന്നെ എംപ്ലോയീസ് നല്ല ശമ്പളവും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള അമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റീസ്, നല്ല വർക്കിംഗ് കണ്ടീഷൻ, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ എംപ്ലോയറെ കുറിച്ച് നല്ലൊരു ചിന്തയായിരിക്കും എല്ലാ എംപ്ലോയീസിൻ്റെ മനസ്സിലും ഉണ്ടാകുന്നത്. അതുപോലെ പുറത്ത് കമ്പനിയുടെ ഇമേജും അതുപോലെ നല്ലൊരു ഗുഡ് വില്ലുള്ള കമ്പനിയായി മാറുകയും അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനിടയ്ക്ക് ആ എംപ്ലോയറിനെ പറ്റി നല്ലൊരു ഗുഡ് ഇമേജ് ഉണ്ടാകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സം എംപ്ലോയേഴ്സ് പ്രൗഡ്ലി ടേക്ക് ദെയർ വിസിറ്റേഴ്സ് അറൗണ്ട് ദി പ്ലാൻ ടു ഷോ ഹൗ ദേ വെൽ ഓർഗനൈസ് ദെയർ വെൽഫെയർ ഫെസിലിറ്റി. ഇനി തൻ്റെ കമ്പനിയിലേക്ക് വരുന്ന വിസിറ്റേഴ്സിനെ ചില എംപ്ലോയേഴ്സ് എന്ത് ചെയ്യും, എല്ലാവരെയും കൊണ്ടു നടന്ന് ഇൻഡസ്ട്രി ഫുള്ള് കാണിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, തൻ്റെ വർക്കിംഗ് കണ്ടീഷൻ, തൻ്റെ എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ നല്ലൊരു വെൽഫെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എംപ്ലോയർ ആണെങ്കിൽ വിസിറ്റേഴ്സിനെ എന്ത് ചെയ്യണം? ഇൻഡസ്ട്രി മൊത്തം കൊണ്ടു നടന്ന് കാണിക്കുന്ന എന്തിനാണ്? നല്ലൊരു ഞങ്ങൾ കൊടുക്കുന്ന വെൽഫെയർ ഫെസിലിറ്റീസ് കാണാനും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലൊരു നല്ല പബ്ലിക് ഇമേജ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള നല്ല ഗുഡ് വിൽ ഉണ്ടാകാനാണ്, സൽപ്പേരുണ്ടാകാനാണ് അങ്ങനെ ചെയ്യുന്നത്. സോ ഫ്രം ദാറ്റ് ഇല്ല, അപ്പം ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് തന്നെ ഇൻഡസ്ട്രിയെ പറ്റിയുള്ള കാര്യങ്ങൾ എന്താണ് നല്ലൊരു പബ്ലിക് ഇമേജായിട്ടത് മാറുന്നു. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, welfare facilities provided by the employer to the employee create a good image of the employer in the mind of general public. And some employers proudly അഭിമാനത്തോടു കൂടിയാണ് അല്ലേ, they take their visitors around the plan to show how well they are organized their welfare activities. Clear with the point? So first we say the placating theory and second we discuss the public relation theory. Next is functional theory. So according to the functional theory, welfare work is a means of securing, preserving and increasing the efficiency of labor. So welfare facilities are provided by the employers to the employees to make them more efficient. For functional theory. So in this theory we can say the work is a means of securing, preserving and increasing the efficiency of labor. ഇപ്പോൾ ഒരു ഫങ്ഷണൽ തിയറി എന്ന് പറഞ്ഞാൽ ഒരു ജോലി അല്ലെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്യൂറിങ്, പ്രിസർവ്. നമുക്കൊരു ജോലി നേടുക, പിന്നെ അതിനെ പ്രിസർവ് ചെയ്യുക, പിന്നെ നമ്മുടെ എഫിഷ്യൻസി കൂട്ടുക. ഒരു എംപ്ലോയി എന്ന നിലയിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ ഇല്ലേ, ഓരോ ദിവസം നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ ആ ജോലിയിൽ എഫിഷ്യൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു ദിവസം, 2 ദിവസം, പിന്നെ അത് 1 വർഷമായി, 5 വർഷം, 10 വർഷം എന്ന് പറയുമ്പോൾ നമ്മളുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. So the welfare facilities are provided by the employer to the employee, make them more efficient. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ എഫിഷ്യൻസി കൂടുന്നതിൻ്റെ ഒരു പങ്ക് ആർക്കും കൂടെയാണ്? എംപ്ലോയർക്കും കൂടെയാണ്. ഒരു എംപ്ലോയർ നല്ലൊരു വെൽഫെയർ ഫെസിലിറ്റിയും കൂടി അതിനോടൊപ്പം എംപ്ലോയിക്ക് കൊടുക്കുകയാണെങ്കിൽ they become more efficient ഇല്ലേ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ എൻ്റെ എഫിഷ്യൻസിക്ക് എൻ്റെ എംപ്ലോയർ തരുന്ന ഒരു റിവാർഡായിട്ട് അവരതിനെ കാണുകയും അപ്പോൾ കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി ജോലി ചെയ്യാനും സാധിക്കുന്നു. സോ ദ ഫങ്ഷണൽ തിയറി സേസ് ദാറ്റ് the work is a means of securing, preserving and increasing the efficiency of the labor, and welfare facilities are provided by the employer to the employee to make them more efficient. And the last is social theory. So the social responsibility of business has been assuming great significance these days. So the social theory implies that an industrial establishment is morally bound to improve the conditions of society in addition to improving the conditions of the employee. So labor welfare is gradually taking the shape of social welfare. ഇപ്പോൾ സോഷ്യൽ തിയറി ഇല്ലേ, സോഷ്യൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിന് വേണ്ടിയല്ല, സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ടി, അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒരു ബിസിനസ്സുകാരനുണ്ട്. സോ ഇറ്റ് ഹാസ് ബീൻ അസ്യൂമിങ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ദീസ്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു ബിസിനസ്സുകാരൻ, ഒരു എംപ്ലോയർ ആയാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഒരുപാട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സോ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇസ് മോറലി ബൗണ്ട് ടു ഇംപ്രൂവ് ദി കണ്ടീഷൻസ് ഓഫ് സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് മോറൽ ബൗണ്ട്സ്, അതായത്
ഒരു ഇൻഡസ്ട്രി ഒരു നമ്മുടെ ഏരിയയിൽ ഒരു ബിസിനസ് സ്ഥാപനം വരികയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം കൊണ്ട് നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ ഒരു മോറൽ സൈഡാണ് നമ്മൾ എപ്പോഴും അവിടെ ചിന്തിക്കേണ്ടത്. സോ ഇൻ അഡീഷൻ ടു ഇംപ്രൂവിങ് ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയി, അപ്പം തൻ്റെ എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, സൊസൈറ്റിയുടെ കൺസേൺ ആയിരിക്കണം. ഒരു ബിസിനസ്സുകാരൻ സൊസൈറ്റിക്ക് വേണ്ടിയും കാര്യങ്ങൾ ചെയ്തിരിക്കണം. സോ ലേബർ വെൽഫെയർ ഇസ് ഗ്രാജുവലി ടേക്കിംഗ് ദ ഷേപ്പ് ഓഫ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ലേബർ വെൽഫെയർ എന്ന് പറയുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം, ഒരു സോഷ്യൽ വെൽഫെയർ, അതായത് സൊസൈറ്റിയുടെയും കൂടെ നന്മകൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരിക്കണം. അപ്പം എംപ്ലോയീസിനെ മാത്രമല്ല സൊസൈറ്റിയെയും കൂടെ കൺസേൺ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം നല്ലൊരു ഓൺട്രപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ. സോ ദ സോഷ്യൽ തിയറി സേസ് ദാറ്റ് it implies that industrial establishment is morally bound to improve the conditions of society in addition to improving the conditions of employee. Clear with the point? So today we discuss balance 4 theories, that is placating theory, public relation theory, functional theory, and the last is social theory. So we discussed the approaches to labor welfare, that is last session we discussed the 4 theory and today we discussed the balance 4 theory. So we discussed the 8 approaches to labor welfare, that is policing theory, religion theory, philanthropic theory, paternalistic theory, placating theory, public relation theory, functional theory and social theory. So clear with the approaches to labor welfare. So I hope you all understood these 2 topics, and so prepare well, study well. This is the end of today's section. Hope you all understood. Thank you.